പൊടുന്നനെ പൈപ്പ് പൊട്ടി വെള്ളം തെറിക്കുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ ഒറ്റ മിനിറ്റിൽ വെള്ളം അടച്ചു വെച്ച് ടാപ്പിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. ഒരു പെയിന്റ് ബ്രഷ് ഉപയോഗിച്ച് പ്ലംബറുടെ സഹായം ഇല്ലാതെ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് പോലും ചെയ്യാവുന്ന ദ മോസ്റ്റ് പവർഫുൾ സിമ്പിൾ മെത്തേഡ്. വീഡിയോ സേവ് ചെയ്ത് വെച്ചാൽ തീർച്ചയായും പിന്നീടുകൾക്ക് ഉപകാരപ്പെടും. പൊട്ടിയ പൈപ്പിന്റെ വായ്ഭാഗം അടഞ്ഞു വരത്തക്ക വിധം പെയിന്റ് ബ്രഷിന്റെ മൂട് ഭാഗം തിരികെ കയറ്റുക. വെള്ളം സ്വിച്ചിട്ട പോലെ നിൽക്കുന്നതായി കാണാൻ സാധിക്കും. അതിനുശേഷം മെയിൻ ആയിട്ടുള്ള പ്ലംബിംഗ് വാൽവ് അടച്ചു വയ്ക്കുക. പൊട്ടിയ ടാപ്പിന്റെ ബാക്കി പോർഷൻ പൈപ്പിനുള്ളിൽ നിന്നും ഇളക്കിയെടുക്കുന്നതിന് ത്രെഡുള്ള 2 നട്ട് ഇതുപോലെ ക്രോസ് ചെയ്ത് പൈപ്പിന്റെ അകത്ത് വയ്ക്കുക. ഒരു സ്ക്രൂ ഡ്രൈവറോ കമ്പിത്തുണ്ടോ ഉപയോഗിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അകത്തെ പൊട്ടിയിരിക്കുന്ന പോർഷൻ സിമ്പിളായി ഇളകി വരുന്നതായി കാണാൻ പറ്റും. ശേഷം ഒരു പുതിയ ടാപ്പ് വാങ്ങി റൈറ്റ് സൈഡിലേക്ക് തിരികെ കയറ്റിയാൽ മതിയാകും. ലീക്ക് ഉണ്ടെങ്കിൽ ടൈറ്റ് ആകുന്നതിന് മുമ്പ് ടാപ്പിന്റെ ത്രെഡിനിടയിലായി കുറച്ച് നൂൽ കൂടി ചുറ്റിക്കൊടുത്ത ശേഷം ടൈറ്റ് ചെയ്യുക. പ്ലാസ്റ്റിക് ടാപ്പാണ് വീണ്ടും ഉപയോഗിക്കുന്നതെങ്കിൽ അത്യാവശ്യം ടൈറ്റായെന്ന് തോന്നുമ്പോൾ തന്നെ നിർത്തുക. 50 രൂപയിൽ താഴെ മാത്രം വരുന്ന പ്ലാസ്റ്റിക് ടാപ്പ് എക്സ്ട്രാ ഒരെണ്ണം എപ്പോഴും ഒരു വീട്ടിൽ കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. രാത്രി കാലങ്ങളിലോ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിലോ ഒക്കെ വീട്ടിലെ കുഞ്ഞു കുട്ടികളടക്കം പ്രായഭേദമന്യേ എല്ലാവരും നിർബന്ധം അറിഞ്ഞിരിക്കേണ്ട ഈ ഒരു വീഡിയോ ഒരു വട്ടമെങ്കിലും വീട്ടിലെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ പകച്ചു നിൽക്കുകയല്ല, മറിച്ച് യുക്തിപരമായ തീരുമാനങ്ങൾ എടുക്കുകയാണ് വേണ്ടത് എന്നത് പ്രചോദനമാകുന്നതിലേക്കായി നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ അറിവിലേക്കായി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം അക്കൗണ്ട് ഫോളോ ചെയ്ത് കൂടെ കുടിക്കും. നിങ്ങളുടെ സ്വന്തം ട്രിവാൻഡ്രം സിംഗ്. അറിവ് ആരോഗ്യം ഒപ്പമുണ്ട് ട്രിവാൻഡ്രം സിംഗ്. അക്കൗണ്ട് ഫോളോ ചെയ്ത് ധൈര്യമായിട്ട് കൂടെ കുടിക്കും.